ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തി പ്രാപിച്ച് ഓരോ പ്രഭാതവും അനുഗ്രഹപൂർണമായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞു വെക്കുക, നീ പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ ആയിരിക്കുമ്പോൾ നീ അവയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. പാപം ചെയ്യാനുള്ള പ്രലോഭനങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്ന് നിറയുമ്പോൾ ഈ പ്രലോഭനങ്ങളെല്ലാം പാപികളുടെ മാനസാന്തരത്തിനായി നിങ്ങൾ കാഴ്ചവെക്കുക. പാപികളുടെ മാനസാന്തരത്തിനായി നിങ്ങൾ കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ പ്രലോഭനങ്ങൾ നൽകിയ പിശാച് കോപ വെറികൊണ്ട് അവൻ ഓടിപ്പോകും. അവൻ നൽകിയ പ്രലോഭനങ്ങൾ അവന് തന്നെ പാരയായി മാറും, അല്ലെങ്കിൽ അവന് തന്നെ ശത്രുതയായിട്ട് മാറുകയാണ്. ഇന്ദ്രിയങ്ങളിലൂടെ പല പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന പാപങ്ങൾ, അവയെല്ലാം നമ്മൾ ചെയ്യേണ്ടത് പാപികളെ മാനസാന്തരത്തിനായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രലോഭനം നൽകിയ പിശാച് ഇത് കണ്ട് കോപവെറി കൊണ്ട് അവൻ ഓടിപ്പോകും. അവൻ നൽകിയ പ്രലോഭനങ്ങൾ അവന് തന്നെ കെണിയായി തീരുകയാണ്. നമുക്കത് പ്രത്യേകം ശ്രദ്ധിക്കാം. പല സാഹചര്യങ്ങളിലും പല മേഖലകളിലും അനേകർ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല. ഇപ്രകാരം പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആശ്രയമാതാവ് നമ്മൾക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.